ശരിക്കും നടക്കുക. പിന്നെ വാവ ഒങ്ങനാ നോക്കിക്കോ, നമ്മളെ മോളെ ഞാനൊരു ജാൻസി റാണീനെ പോലെ വളർത്തും. എനിക്ക് മോ മതി. ആണോ? നിൻ്റെ ഇഷ്ടം അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കത് മതി. നമുക്ക് അവിടെ ഇരിക്കാം. നോക്കി ആൺകുട്ടി മതിയാ? 6 ദിവസം കൂടെ കഴിഞ്ഞ് എൻ്റെ വാവ ഇങ്ങോട്ട് വരും. എടി അനങ്ങുന്നുണ്ടല്ലോ. മോളെ, നിനക്കൊരു കാര്യം അറിയോ? എന്താ? എടി, നീ ബാംഗ്ലൂർ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ നിന്നെ എന്തോരം മിസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയോ? ഞാനൊരു കാര്യം പറയട്ടെ, എന്നും എപ്പോഴും ഇതേപോലെ നീ എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് എനിക്കിഷ്ടം. ഈ ഭൂമിയിൽ നീ ഇല്ലാത്തൊരു മൊമെൻ്റ് പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി എനിക്ക് എത്ര ജന്മം ഉണ്ടെങ്കിലും എൻ്റെ ഭാര്യയായിട്ട് നീ തന്നെ എനിക്ക് മതി. അവൻ എന്തെങ്കിലും ജസ്റ്റ് ഇളകുന്നുണ്ടാ? ഹായ് രമ്യ, എന്തുണ്ട് വിശേഷം? എന്നെ മനസ്സിലായോ? നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയമുണ്ടോ? ആരാ? എൻ്റെ കൂടെ മുൻപ് ബാംഗ്ലൂർ വർക്ക് ചെയ്തയാ. പേര് അർജുൻ. ഓ അങ്ങനെ. ഹായ് അർജുൻ. അർജുൻ എന്താ ഇവിടെ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അർജുൻ, ഇതെൻ്റെ ഹസ്ബൻഡാന്ന് നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് മനസ്സിലായി നിൻ്റെ ഹസ്ബൻഡാണെന്ന്. ഞാൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓ ആണോ? നൈസ്. എനിക്ക് രമ്യയോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അതെന്താ രമ്യനോട് മാത്രമായിട്ട് പേഴ്സണലി സംസാരിക്കാൻ? രമ്യ, അത് ഞാൻ പറയണോ അതോ നീ പറയൂ? എന്താ അർജുൻ, എന്ത് പറ്റി? ഓഹോ, അപ്പം നിനക്കൊന്നും അറിയില്ലല്ലേ? അർജുൻ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ നിന്നെ നൈറ്റ് വിളിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കിപ്പോൾ സംസാരിക്കണം. എനിക്കത് പറഞ്ഞേ പറ്റൂ. ഹലോ, അവളൊരു ഗർഭിണിയാണ്. അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയാൻ താനാരാടോ? മാറിക്കണോ? ഇവളുടെ വയറ്റ് വിടുന്ന കുട്ടിയെ തൻ്റെ അല്ല എൻ്റെയാ. പറയരുത്. തോന്നിയതാണോ അവള് പറയട്ടെ? നിങ്ങളുടെ കല്യാണത്തിന് മുമ്പും ശേഷവും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബാംഗ്ലൂർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴുള്ള കുട്ടിയാണ് ഇവളുടെ വയറിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവളെ ഞാനിപ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകാം. ഈ കുഞ്ഞ് എൻ്റേതാണെന്നുള്ള കാര്യം ഇവൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനിയും തനിക്ക് തെളിവ് വേണോ? എന്നാൽ തനിക്കാനേ ഏറ്റവും വലിയ തെളിവ് കാണിച്ചു തരാം. എടാ, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞല്ല, ഇത് നിന്റെ കുഞ്ഞാണ്. നീ പറയ്, എന്താ ഇപ്പം ചെയ്യണ്ടേ? എടാ, ഈ കുഞ്ഞിനെ ഒഴിവാക്കാൻ എന്താ ചെയ്യണ്ടെന്ന് പറയടാ. നീ അത് ഒഴിവാക്കൊന്നും വേണ്ട. നീ ആ കുഞ്ഞിനെ പ്രസവിച്ചു. നമുക്കിത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ബന്ധം ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകാം. ആരും അറിയണ്ട. നീങ്ങൊന്നേ. നിനക്കെന്നെ വിശ്വാസമില്ലേ? നമ്മൾ എത്ര നാളെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇനിയും ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഞാൻ അർജുനൊപ്പം പോവാ. ഇനി ഞങ്ങളുടെ പിന്നാലെ വരരുത്. എടി പോവല്ലേ? ഈ കുഞ്ഞിനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയിട്ടുണ്ടെടി. അവൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ എന്നോടത് ക്ഷമിക്കാം. പ്ലീസ് എടി, എനിക്ക് പോകണം. എടി, ഞാൻ അത്രമേൽ ഈ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടുണ്ട്. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇല്ല, നിങ്ങളെ പറ്റിച്ചതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അർജുൻ്റെ കൂടെ പോയേ പറ്റൂ. അർജുൻ്റെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം. അർജുൻ്റെ കുഞ്ഞായിട്ട് തന്നെ എനിക്ക് വളർത്തണം. മറ്റൊരാളെ കൊണ്ട് എൻ്റെ കുഞ്ഞിനെ അച്ഛാന്ന് വിളിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പോയേ പറ്റൂ. എടി, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്നെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കിക്കോളാം. പ്ലീസ്. എന്ത് രസമല്ലേ കാണാൻ. എടേ, നമുക്കൊരു ദിവസം ഉണ്ടല്ലോ, നല്ല മഴയുള്ള സമയത്ത് ആ ബോട്ടിൽ നമുക്കിതുപോലെ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോകണം. ഓക്കെ? ഹായ് രമ്യ, താനെന്താ ഇവിടെ?
എത്ര നാളായിടോ കണ്ടിട്ട്. അർജുൻ എന്തേ? എവിടെ നിൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന ഉടനെ തന്നെ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ മറ്റൊരാളെ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛാന്ന് വിളിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ നിൻ്റെ ഹസ്ബൻഡിന് മുമ്പിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നീ മറ്റൊരുത്തനെ ചതിച്ചോളല്ലേ, നാളെ എന്നെയും ചതിക്കില്ലെന്ന് ആര് കണ്ട്? എനിക്കിനി നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ സമയത്ത് നിനക്ക് വേറെ ഏതൊക്കെ റിലേഷൻ ഉണ്ടെന്ന് ആര് കണ്ട്? എനിക്കിപ്പോൾ എൻ്റെ വീട്ടുകാർ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിന്നെപ്പോലെ വെറും ലോ ക്ലാസ് അല്ല, നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാണ്. ജീവിക്കാൻ ഏറ്റവും വലുത് ക്യാഷാണ്. അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടിയുടെ കൂടെ ജീവിച്ചേ പറ്റുള്ളൂ. നീ എന്താണ് കാണിക്കുക? പിന്നെ ഈ വീട് ഈ മാസം കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നീ വാടക കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ എന്താണ് ചെയ്യും? എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, മാറി. അന്ന് നീ എന്നെ ഉപേക്ഷിച്ച് പോയത് ഒരുപാട് നന്നായി, താങ്ക്സ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഭാര്യേനെ കിട്ടി. നിനക്കൊരു കാര്യം അറിയോ? അന്ന് നീ എന്നെ സ്നേഹിച്ചതിനേക്കാളും 1000 ഇരട്ടി അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നീ ചതിച്ചിട്ട് ഇട്ടിട്ട് പോയ പോലെ അവൾ എന്നെ ഇട്ടിട്ട് പോവില്ല. അന്ന് നീ എന്നെ ഉപേക്ഷിച്ച് അർജുൻ്റെ കൂടെ പോകുന്ന സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് നിന്നെക്കാളും നല്ലൊരു ഭാര്യേനെ കിട്ടുന്നു. അതെന്തായാലും സത്യമായി. ദൈവം വലിയവനാടോ, നീ പറഞ്ഞത് ശരിയാ. എടോ, വഞ്ചിച്ചുകൊണ്ട് നേടുന്നൊന്നും അധികാലം നിലനിൽക്കില്ലടോ. ഒരാളെ നമ്മൾ എത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നോ അയാൾക്ക് അത്രമേൽ ആഴത്തിൽ നമ്മളെ വേദനിപ്പിക്കാനും സാധിക്കും. അതാണ് നീ എന്നോട് ചെയ്തത്. കിട്ടാത്ത സ്നേഹത്തിനേക്കാളും വേദനയാണ് കിട്ടിയ സ്നേഹം വഞ്ചനയാണെന്ന് തിരിച്ചറിയുമ്പോൾ. എടോ, ചതിച്ചവർ ആദ്യം ചിരിക്കും, പിന്നീട് കരയും. ചതിക്കപ്പെട്ടവരോ ആദ്യം കരയും, പിന്നീട് ചിരിക്കും. സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹം കൊണ്ട് ആരെയും വഞ്ചിക്കരുതടോ, ആരും ആരെയും. അന്ന് താൻ എന്നെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് താൻ എന്നോട് പറഞ്ഞ ഡയലോഗ് തന്നെയാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പിന്നീട് അതൊക്കെ ഓക്കെ ആവും. ശരി എന്നാൽ, പോകട്ടെ, ബൈ.